ഹലോ നമസ്കാരം, താരാസ് വണ്ടർക്ക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു അടിപൊളി വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ. ഇപ്പോൾ ഈ മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി അച്ചാറാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പെട്ടെന്ന് തോന്നിയ ഒരു ആലോചനയാണ്. അപ്പോൾ അതുകൊണ്ട് വെളുത്തുള്ളിയൊക്കെ ഇത്രയും മാത്രം ഞാനിപ്പോൾ അച്ചാറിടണുള്ളൂ. അപ്പോൾ ഞാൻ നല്ലെണ്ണയാണ് ഇതിലൊക്കെ ഒഴിച്ചു കൊടുക്കണത്. നല്ലെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് കടുകും ഒരു അര ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ട് അത് പൊട്ടി വരുമ്പോൾ ഞാനൊരു കഷ്ണം കായവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കട്ടക്കായമായ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വന്നോളും. പിന്നെ ഞാൻ പച്ചമുളക് ഇപ്പം തന്നെ അരിഞ്ഞാണ് ചേർക്കണത്. പച്ചമുളക് കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഈ വെളുത്തുള്ളി ഇതിലൊക്കെ ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം. വെളുത്തുള്ളി അതിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം തിരക്കായിരുന്നു. പിന്നെ കുറച്ച് ഒരു നീരുവീഴ്ചയും അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ആയിട്ട് ഒരാഴ്ചയോളം ആയി ഞാനിപ്പോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം. അപ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളി ഒന്ന് വാടിയതിന് ശേഷം ഞാനൊരു 3 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് ചെറുതിയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെളുത്തുള്ളി അച്ചാർ എപ്പോഴും നമുക്ക് വയറിനൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള അച്ചാറാണ്. ഇപ്പോൾ ഈ മഴക്കാലത്ത് വയറിലെ അസുഖങ്ങൾ, ദഹനക്കുറവ്, ഗ്യാസിൻ്റെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ആയാലും നമുക്ക് ഈ വെളുത്തുള്ളി അച്ചാർ കഴിക്കുകയാണെങ്കിൽ അത് പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. മക്കൾക്കായാലും കൊടുക്കാൻ പറ്റും. ഇപ്പോൾ വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് വയറ്റിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് വെളുത്തുള്ളി നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വെളുത്തുള്ളിയിൽ പുളി ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് വിനാഗിരി നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വിനാഗിരിയിൽ കിടന്ന് വെളുത്തുള്ളി നന്നായിട്ട് അലിഞ്ഞ് വരും. പിന്നെ അതിലേക്ക് കുറച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളം കൂടി ഇച്ചിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടുള്ളൊരു ചാറോടുകൂടി തന്നെ കിട്ടും. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് വാടിയേക്കണ കാരണം അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തിളച്ച് വരുന്ന കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനൊരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലെടുത്ത് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ ഈ മഴക്കാലം കഴിയണ വരെ നമുക്കിത് കൂട്ടാം. അപ്പോൾ കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അടിപൊളി അച്ചാറാണ്. അപ്പോൾ ഇത് മഴക്കാലത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വെളുത്തുള്ളി അച്ചാർ. അപ്പോൾ എനിക്കിത് എല്ലാ അച്ചാറിനേക്കാളും ഏറ്റവും ഇഷ്ടമുള്ള ഒരു അച്ചാറാണ് വെളുത്തുള്ളി അച്ചാർ. അപ്പോൾ ഞാൻ മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെളുത്തുള്ളി നന്നാക്കി എടുക്കണ താമസം മാത്രമേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കിത് എന്നിട്ടൊരു ഗ്ലാസ് ബോട്ടിലിട്ട് ഒഴിച്ച് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ രാത്രി ഡിന്നറിന് കഞ്ഞിയൊക്കെ ഉള്ളപ്പോൾ കഞ്ഞിയും പയറും ഈ വെളുത്തുള്ളി അച്ചാറും കൂട്ടിയാൽ അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ നമുക്ക് നോൺ വെജൊക്കെ കഴിക്കുമ്പോഴായാലും ഇത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.